ചേരുന്നു. നോബൽ വാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. നമുക്കറിയാൻ കഴിയുന്നത് KC ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നാണ്. ചില ആളുകളൊക്കെ വിളിച്ചു പറയുന്നത് KC പുറപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പുറപ്പെടാത്തത്? KCക്ക് വിവരം ലഭിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? VD സതീശൻ മുഖ്യമന്ത്രി എന്ന മട്ടിലുള്ള ചില നെഗറ്റീവുകളൊക്കെ വരുന്നുണ്ട്. KC ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നതാണ് VD ക്യാമ്പിന്റെ ആശ്വാസമായിട്ട് ഉള്ളത്. പക്ഷേ KCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഒരു സൂചന ലഭിച്ചാൽ മാത്രമേ, വ്യക്തമായ ധാരണ ലഭിച്ചാൽ മാത്രമേ ഡൽഹിയിൽ നിന്ന് KC പുറപ്പെടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് KCയുടെ പ്ലാൻ? നോബൽ മാരിക്കാരൻ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ലോധി എസ്റ്റേറ്റിലെ 51 നമ്പർ വസതിക്ക് മുന്നിലുള്ളത്. KC വേണുഗോപാലിന്റെ വസതിയാണ്. എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അത് രഹസ്യം ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എക്കാലവും ചിന്തിച്ചിട്ടുണ്ട്. കാരണം സാധാരണ ഇതിലൊക്കെ ഇതുപോലെ ഏത് പ്രധാന തീരുമാനം എടുത്താലും ആരെങ്കിലുമൊക്കെ അത് പുറത്തുവിട്ട് സാധാരണ പബ്ലിഷ് ആവുന്ന സാഹചര്യമാണ് കോൺഗ്രസിനകത്തുള്ളത്. പക്ഷേ കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇതുവരെ ആർക്കും ഒരു സൂചനയും പാർട്ടി നൽകിയിട്ടില്ല എന്നത് തന്നെ ഒരു വലിയ അത്ഭുതമായി തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും KC വേണുഗോപാലിന്റെ വസതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ ഈ വസതിയിൽ ഉണ്ട്. അദ്ദേഹം കേരളത്തിലേക്ക് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിനൊരു തീരുമാനം, അതായത് ഹൈക്കമാൻഡ് ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ച ശേഷം മാത്രമായിരിക്കും KC വേണുഗോപാലിന്റെ ഒരു മാസ് എൻട്രി കേരളത്തിലേക്ക് ഉണ്ടാകുള്ളൂ. മുഖ്യമന്ത്രി ആണെങ്കിൽ ആ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് തന്നെ ഒരു വലിയ മാസ് എൻട്രിക്കാണ് ഒരുങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളൊക്കെ എന്താണെങ്കിലും വ്യക്തമാക്കുന്നത്. KC ആണോ VD ആണോ അതല്ല രമേശ് ചെന്നിത്തലയാണോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും കൃത്യമായി ഒരു പ്രഖ്യാപനം വന്ന ശേഷം മാത്രം നാട്ടിലേക്ക് പോകാനാണ് KC ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. KC വേണുഗോപാൽ വലിയ പ്രതീക്ഷയിലാണ്. VD സതീശൻ ക്യാമ്പും വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം രമേശ് ചെന്നിത്തലയും പ്രതീക്ഷ ഒട്ടും കൈവിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. എന്താണെങ്കിലും ഇന്നിപ്പോൾ ദീപാദാസ് മുൻഷി, ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ദീപാദാസ് മുൻഷിയാണ് സംസ്ഥാനത്തേക്ക് ഒരു സീൽഡ് കവറിലായിരിക്കും ആരാണ് നിയമസഭാ കക്ഷി നേതാവ് എന്ന കൃത്യമായ സന്ദേശം, ആ പേര് അങ്ങോട്ട് എത്തിക്കുക. അതിനുശേഷം അവിടെ നിയമസഭാ കക്ഷി യോഗത്തിൽ അത് വായിക്കും. നമ്മൾ പല ഘട്ടങ്ങളും ദില്ലിയിൽ അത് പ്രഖ്യാപിക്കുമോ എന്നൊരു ആശങ്ക, അത്തരത്തിലൊരു ചിന്തകളൊക്കെ ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ദില്ലിയിൽ അത് പ്രഖ്യാപിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം നാട്ടിൽ തന്നെയാണ്. നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കും. ഒപ്പം നിരീക്ഷകരായ ആളുകൾ കൂടി, ഒരു പക്ഷേ മുഗൾ വാസ്തുവിക്കോ അജയ് മാക്കറോ ആയിരിക്കും, അതല്ലെങ്കിൽ സച്ചിൻ പൈലറ്റ് ആയിരിക്കും. അത്തരത്തിൽ നിരീക്ഷകരുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. നിരീക്ഷകർ കൂടി അങ്ങോട്ട് എത്തിക്കൊണ്ട് ഈ പ്രഖ്യാപനം അവിടെ പ്രഖ്യാപിച്ച് അത് കൈയടിച്ച് പാസ്സാക്കുകയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നേതൃത്വം എന്താണെങ്കിലും അറിയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട വലിയ, നമുക്കറിയാം, ഈ കഴിഞ്ഞ 4-ാം തീയതി മുതൽ തന്നെ ആലോചിക്കുകയും നമ്മൾ വലിയ തരത്തിൽ ചർച്ചകൾ ചെയ്യുകയും ചെയ്താണ് ആരാണ് ഈ മുഖ്യമന്ത്രി എന്ന്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അത്രയധികം കൂടിക്കാഴ്ചകൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യം. ഇന്നലെയും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും നടത്തി കൂടിക്കാഴ്ചയിൽ അവസാന തീരുമാനമായി. അതിനുശേഷം രാത്രി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഒരു നൈറ്റ് ഡ്രൈവൊക്കെ രണ്ടുപേരും പോയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതാണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്നിപ്പോൾ കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. ദീപാദാസ് മുൻഷി സംസ്ഥാനത്ത് എത്തി പ്രഖ്യാപിക്കും എന്നത് വലിയ ആകാംക്ഷ. എന്താണെങ്കിലും 1 മണി വരെ കാത്തിരിക്കണം. അതുവരെ KC വേണുഗോപാൽ ഇവിടെ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.